നഗരസഭയിൽ പെൺചരിതം ചരിത്രം. കൊടുങ്ങല്ലൂർ നഗരസഭ പുതുചരിത്രമാണ് രചിച്ചത്. ചെയർമാൻ സ്ഥാനം ജനറൽ ആയിരുന്നിട്ടും വനിതയെ ചെയർപേഴ്സൺ ആക്കുകയായിരുന്നു CPI ചെയ്തത്. വൈസ് ചെയർപേഴ്സൺ സ്ഥാനം വനിതാ സംവരണമാണ്. ഇതോടെ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും വനിതകളായി മാറിയതും ചരിത്രം. കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സണായി ഹണി പീതാംബരനെയാണ് തെരഞ്ഞെടുത്തത്. വൈസ് ചെയർപേഴ്സണായി സുമിത നിസാഫിനെ തെരഞ്ഞെടുത്തു. നിലക്കമ്പാറ വാർഡിൽ നിന്നാണ് ഹണി വിജയിച്ചത്. നഗരസഭാ കൌൺസിൽ ഹാളിൽ നടന്ന തെരഞ്ഞെടുപ്പ് ഭരണാധികാരി KK വിനോദ് നിയന്ത്രിച്ചു. ഹണി പീതാംബരന്റെ പേര് PN രാംദാസ് നിർദ്ദേശിക്കുകയും PB രതീഷ് പിന്താങ്ങുകയും ചെയ്തു. BJPയിലെ ON ജയദേവനും കോൺഗ്രസിലെ VM ജോണിയും മത്സരിച്ചു. ഹണി പീതാംബരന് 25 വോട്ടും ON ജയദേവന് 17 വോട്ടും VM ജോണിക്ക് 3 വോട്ടുമാണ് ലഭിച്ചത്. 46 കൌൺസിലർമാരിൽ 45 പേരാണ് തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായത്. തെരഞ്ഞെടുപ്പിനെ തുടർന്ന് ഹണി പീതാംബരൻ വരണാധികാരി മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. CPM ജില്ലാ കൺവീനർ PK ചന്ദ്രശേഖരൻ, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, KR ജൈത്രൻ, PP സുഭാഷ്, CC വിപിൻ ചന്ദ്രൻ തുടങ്ങിയവർ ചെയർപേഴ്സണെ അനുമോദിക്കാനെത്തി. 2015 ആദ്യമായി CPI ടിക്കറ്റിൽ ഹണി പീതാംബരൻ നഗരസഭയിലേക്ക് തെരഞ്ഞെടുക്കുന്നത്. ആദ്യ തവണ തന്നെ ഹണി നഗരസഭയുടെ വൈസ് ചെയർപേഴ്സൺ ആവുകയും ചെയ്തു. ഇത്തവണ നീലക്കമ്പാറ വാർഡിൽ നിന്നാണ് ഹണി പീതാംബരൻ ജയിച്ചത്. CPI മണ്ഡലം കമ്മിറ്റി അംഗമായ ഹണി കൊടുങ്ങല്ലൂർ SNDP യൂണിയൻ വനിതാ സംഘത്തിന്റെ ട്രഷററാണ്. വൈസ് ചെയർപേഴ്സണായി സുമിത നിസാഫിനെ തെരഞ്ഞെടുത്തു. രാഷ്ട്രീയത്തിൽ പുതുമുഖമായ സുമിത നിസാഫ് CPM ടിക്കറ്റിൽ നിന്ന് TKS പുരം വാർഡിൽ നിന്നാണ് കന്നി അംഗത്തിൽ തന്നെ വിജയക്കൊടി പാറിച്ചത്. ചെയർപേഴ്സണായി ഹണി പീതാംബരനെയാണ് തെരഞ്ഞെടുത്തത്. വൈസ് ചെയർപേഴ്സണായി സുമിത നിസാഫിനെ തെരഞ്ഞെടുത്തു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധിയുടെ സമഗ്ര വിലയിരുത്തലിന് CPM നേതൃയോഗം ഇന്നു മുതൽ തിരുവനന്തപുരത്ത് നടക്കും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും അടുത്ത 2 ദിവസം സംസ്ഥാന സമിതിയുമാണ് ചേരുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നിട്ടില്ലെന്നും ശബരിമല സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായിട്ടില്ല എന്നുമുള്ള സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിനോട് പല ജില്ലാ കമ്മിറ്റികൾക്കും യോജിപ്പില്ല. സർക്കാർ നിലപാടുകൾക്കെതിരെയും പാർട്ടിയുടെ നയസമീപനങ്ങൾക്കെതിരെയും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലടക്കം അതിരൂക്ഷ വിമർശനമാണ് ഉയർന്നത്. തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതിന് 22 ചോദ്യങ്ങൾ താഴെത്തട്ടിലേക്ക് പാർട്ടി നേതൃത്വം നൽകിയിരുന്നെങ്കിലും അതിലും ഭരണവിരുദ്ധ വികാരമോ ശബരിമല വിവാദമോ ഉൾപ്പെടുത്തിയിരുന്നില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP അധികാരത്തിലെത്തിയതിന് കാരണം സംഘടനാ വീഴ്ചയാണെന്നതടക്കമുള്ള പൊതുവിലയിരുത്തലുകൾ നിലവിലുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഏതു തരത്തിലുള്ള തെറ്റുതിരുത്തലിലേക്ക് CPM നീങ്ങുക എന്നും പാർട്ടി പ്രഖ്യാപിക്കും.